വിശ്വമിശിഹായിലേറെ സ്നേഹിക്കപ്പെടുന്ന പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നമ്മൾ വായിച്ചു കേട്ട 2 വചനഭാഗങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നൊരു കാര്യം, ദൈവത്തിൻ്റെ ആ ഒരു വലിയ അധികാരത്തെ അംഗീകരിക്കുന്നവരായി നമ്മുടെ ജീവിതങ്ങൾ മാറണമെന്നുള്ളതാണ്. ഒന്നാമത്തെ വായനയിൽ ആമോസ് പ്രവാചകൻ്റെ പുസ്തകത്തിൽ ആമോസ് പ്രവാചകൻ ഇസ്രായേലിനെതിരായി ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ അറിയിക്കുന്നുണ്ട്. അവിടെ ബഥേൽ ആ സ്ഥലത്തെ പുരോഹിതരായ അമാസിയ വന്ന് ആമോസിനോട് പറയുന്ന കാര്യം ഇതാണ്: ഇവിടെ നിന്ന് നീ പ്രവചിക്കേണ്ട കാര്യമൊന്നുമില്ല, കാരണം ഇത് നിൻ്റെ പ്രവചനം കേട്ടിട്ട് ഞങ്ങൾക്ക് ഒത്തിരിയേറെ അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ട് നീ ഇവിടെ നിന്ന് ഓടിപ്പൊയ്ക്കോളൂ. അതായത് ഇവിടെ പ്രവചിക്കാൻ പാടില്ല, കാരണം ഇത് ഒത്തിരിയേറെ ആളുകൾക്ക് അസ്വസ്ഥത ഉളവാക്കുന്ന ഒരു കാര്യമാണ് നീ പ്രവചിക്കുന്നത്, അതുകൊണ്ട് ഇവിടെ നിൽക്കാൻ പാടില്ല, വേറെ ദേശത്തേക്ക് ഓടിപ്പോയിക്കൊള്ളുക. അപ്പോൾ അതിന് മറുപടിയായിട്ട് ആമോസ് പറയുന്ന കാര്യമാണ്: ഞാൻ ആടിനെ മേയിച്ച് നടക്കുന്ന വ്യക്തിയാണ്, സിക്കമൂർ മരമൊക്കെ വെട്ടി ഒരുക്കുന്ന ഒരു ജോലിയാണ്. ഇത്രമാത്രം നിസ്സാരനായ എന്നെ ദൈവം തൻ്റെ ആ ഒരു വലിയ ദൗത്യം ഏൽപ്പിച്ചു, പ്രവാചക ദൗത്യം ഏൽപ്പിച്ചു എന്ന്. അതുകൊണ്ട് ഞാനിവിടെ പ്രവചിക്കാൻ പാടില്ല, ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ അറിയിക്കാൻ പാടില്ല എന്ന് പറയാൻ നിനക്ക് എന്ത് അധികാരമാണുള്ളത്? ഇത് പറഞ്ഞുകൊണ്ടാണ് തൻ്റെ പ്രവാചക ദൗത്യം പൂർത്തിയാക്കുന്നത്. അതായത് ഇസ്രായേൽ വീണ്ടും പ്രവാസത്തിലേക്ക് പോകും എന്നുള്ള കാര്യമൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയിക്കുന്ന ആമോസ് പ്രവാചകനെ കാണാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ്റെ ഏറ്റവും വലിയ ഒരു ദൗത്യം എന്ന് പറയുന്നത് കർത്താവിൻ്റെ സ്വരമായിട്ട് മാറുക എന്നുള്ളതാണ്. അതായത് ദൈവം ഇസ്രായേൽ ജനത്തോട്, അല്ലെങ്കിൽ ദൈവം ദൈവജനത്തോട് പറയാൻ ആഗ്രഹിക്കുന്നത് പ്രവാചകനിലൂടെ അരുളി ചെയ്യുകയാണ്. ഒത്തിരിയേറെ ആളുകൾ സ്വയം പ്രവാചകന്മാരായിട്ട് വിശേഷിപ്പിക്കുന്നവരൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ കത്തോലിക്കാ സഭയുടെ പ്രബോധനങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും ഒരു പ്രവാചക ദൗത്യമുണ്ട് എന്ന് കാണാൻ പറ്റും. അതായത് നമ്മുടെ ഇഷ്ടം മറ്റുള്ളവരുടെ മേൽ പറഞ്ഞു ഏൽപ്പിക്കുന്നതോ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കേൾക്കാൻ രസമുള്ള രീതിയിൽ പല കാര്യങ്ങൾ പറയുന്നതോ ഒന്നുമല്ല ഈ പ്രവാചക ദൗത്യം എന്ന് പറയുന്നത്. അതായത് ദൈവത്തിൻ്റെ സ്വരം എന്താണ്, ദൈവം നമ്മളിൽ പ്രേരിപ്പിക്കുന്നത് എന്താണ്, അതായത് തിന്മയിൽ നിന്ന് മാറി നന്മ ചെയ്യുവാനായിട്ട് നമ്മളെ സഹായിക്കുന്നതാണ് ദൈവത്തിൻ്റെ ഒരു വലിയ സ്വരം. അത് ശക്തമായിട്ട് അത് പുതിയ സൃഷ്ടിയായി മാറുന്നതിന്, മാനസാന്തരത്തിനൊക്കെ സഹായിക്കുന്ന കാര്യമാണ്. ഇസ്രായേലിൻ്റെ രാജാവായ ദാവീദ് രാജാവിൻ്റെ ജീവിതത്തിൽ അവന് തെറ്റുപറ്റി കഴിഞ്ഞപ്പോൾ അവൻ ചെയ്തത് തെറ്റാണെന്ന് തെളിയിച്ചു കൊടുക്കാനും അവനെ വീണ്ടും തിരിച്ചു കൊണ്ടുവരാനൊക്കെ ആയിട്ടാണ് ദൈവത്തിൻ്റെ സ്വരം കടന്നു വന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു പ്രവാചക ദൗത്യം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്കുണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് പാപം ചെയ്യാതെ വിശുദ്ധിയോടെ കർത്താവിന് മുമ്പിൽ വ്യാപരിക്കാനും ദൈവത്തിൻ്റെ അധികാരത്തിന് വില കൊടുക്കുന്നവരായി നമ്മുടെ ജീവിതങ്ങൾ മാറാനുമായിട്ട് നമ്മുടെ അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ വായന തരുന്ന ആ പ്രധാനപ്പെട്ട സന്ദേശം. സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് തളർവാദ രോഗിയെ ഈശോ സുഖപ്പെടുത്തുകയാണ്. ഈശോ മലയിലെ പ്രസംഗമെല്ലാം കഴിഞ്ഞ് ഓടി നടന്ന് എല്ലായിടത്തും രോഗശാന്തിയും ശുശ്രൂഷകളൊക്കെ നടത്തിയതിന് ശേഷം, പ്രബോധനങ്ങളെല്ലാം നടത്തിയതിന് ശേഷം വീണ്ടും ഈശോയുടെ അടുക്കലേക്ക് ഒരു തളർവാദ രോഗിയെ കൊണ്ടുവരികയാണ്. അവിടെ അവൻ കുറേ വർഷങ്ങളായിട്ട് തളർവാദം പിടിച്ച് കിടക്കാൻ, സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ആളുകൾ അവനെ ഈശോയുടെ പക്കലേക്ക് കൊണ്ടുവന്ന് കഴിയുമ്പോൾ അവനോട് ഈശോ പറയുന്ന കാര്യമാണ്: നിന്റെ തളർവാദം സുഖപ്പെടട്ടെ എന്ന് ഈശോ പറയുന്നില്ല. ഈശോ പറയുന്ന കാര്യം, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ഇസ്രായേലിലെ യഹൂദർക്ക് ഒരിക്കലും ദഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അതായത് ദൈവത്തിന് മാത്രമേ പാപങ്ങൾ ക്ഷമിക്കാനുള്ള അധികാരമുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈശോ പറയുകയാണ്, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ദൈവദൂഷണം പറയുന്നതിന് തുല്യമാണ്. അതുകൊണ്ടാണ് ഈശോ ഈ ഒരു അധികാരം, ഈശോയുടെ അധികാരം മറ്റുള്ളവരുടെ മുമ്പിൽ വെളിപ്പെടുത്തുന്നത്. മനുഷ്യപുത്രന് പാപങ്ങൾ മോചിക്കാൻ അധികാരമുണ്ടെന്ന് കാണിക്കാൻ ഈശോ വ്യക്തി പറഞ്ഞു, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, നിന്റെ ശയ്യയും എടുത്ത് നീ എഴുന്നേറ്റ് വീട്ടിലേക്ക് പോവുക. അതായത് ദൈവത്തിൻ്റെ അധികാരം അവിടെ വെളിപ്പെടും. ഈശോ പാപങ്ങൾ മോചിക്കാൻ ശക്തനായവനാണ് എന്നുള്ളത് ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിലാണ് ഈ ഒരു കാര്യം, ഈ സൗഖ്യം ഇവിടെ വചനത്തിൽ നമ്മൾ കാണുക. പ്രിയപ്പെട്ടവരെ, ഈ 2 വചനങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് പറഞ്ഞു തരുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം, ദൈവത്തിൻ്റെ അധികാരത്തോട് നമ്മൾ ചേർന്ന് നിൽക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതങ്ങളും ഇതുപോലെ അനുഗ്രഹിക്കപ്പെടും.
ഇസ്രായേലിൻ്റെ ജീവിതത്തിൽ അവർക്ക് ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ പറ്റില്ല. ദൈവത്തിൻ്റെ അധികാര സ്വരം കേൾക്കാൻ പറ്റാതെ വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ ജീവിതങ്ങൾ മുഴുവനും പോയത് പ്രവാസത്തിലേക്കായിരുന്നു. അതേ സമയത്ത് ഇവിടെ ദൈവത്തിൻ്റെ പക്കലേക്ക് കർത്താവ് നിൻ്റെ അധികാരത്തിന് കീഴ്വഴങ്ങി ജീവിക്കാൻ ഞങ്ങൾ തയ്യാറാണ്, ഞങ്ങൾക്ക് സൗഖ്യം തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു തളർവാദ രോഗിയെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ദൈവം അവരുടെ ജീവിതത്തിൽ ഇടപെടുന്നത് അവർക്ക് കാണാൻ പറ്റും. ശാരീരികമായ സൗഖ്യത്തെക്കാൾ ഉപരി ഒരു സമഗ്രമായ ഒരു സൗഖ്യം അവർക്ക് ലഭിച്ചു. പ്രിയപ്പെട്ടവരെ, ഇപ്രകാരമുള്ള ഒരു സമഗ്രമായ ഒരു സൗഖ്യം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ലഭിക്കുവാനായിട്ട് ദൈവത്തിൻ്റെ ഒരു വലിയ അധികാരത്തോട് നമുക്ക് ചേർന്ന് നിൽക്കാം. കർത്താവിനെ മനസ്സിലാക്കുകയും കർത്താവിൻ്റെ ആ ഒരു അധികാരത്തിന് വില കൽപ്പിക്കുന്നവരൊക്കെ ആയിട്ട് നമ്മുടെ ജീവിതങ്ങൾ മാറുമ്പോൾ നമ്മുടെ ജീവിതങ്ങളിലും ദൈവം ഇടപെടുന്നതും ദൈവം തരുന്ന സന്തോഷവും സമാധാനവും സൗഖ്യവുമൊക്കെ ഓരോ നിമിഷവും അനുഭവിക്കാൻ നമുക്കിടയാകും. ഈ ഒരു വലിയ ബോധ്യങ്ങൾ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നിറയുവാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. കൂടുതൽ തീക്ഷ്ണതയോടെ ദൈവത്തോട് ചേർന്ന് നിൽക്കാനായിട്ടുള്ള ആ ഒരു വലിയ കൃപയ്ക്ക് വേണ്ടി ഈ പരിശുദ്ധ ബലിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.